ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മണാലിയിലേക്ക് കയറുന്നതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളുമുള്ള ഒരു വ്ളോഗാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ മോൻ വീഡിയോയിൽ പറയാണ്, ഗൈസ് എനിക്ക് വിരലൊക്കെ വേദന എടുക്കുന്നു ഗൈസ്, തണുപ്പ് കാരണം എന്നൊക്കെ പറയുക കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ആലു പൊറോട്ടയും സ്പൈസി ചട്നിയും അച്ചാറുമായിരുന്നു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത്. ചായയും കുടിച്ചിരുന്നു കേട്ടോ, ചായയും ഉണ്ടായിരുന്നു കൂടെ. നമ്മളങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മൾ പിന്നെയും യാത്ര ആരംഭിച്ചു. നമ്മളപ്പോൾ റൂം എടുത്ത് നിന്നെടുത്തുനിന്ന് മണാലിയിലേക്ക് കയറാനായിട്ട് ഒരു 35 കിലോമീറ്ററേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതനുസരിച്ച് പയ്യെയാണ് പോയത്, കാരണം പെട്ടെന്ന് ചെല്ലുമല്ലോ. അതുകൊണ്ട് നമ്മൾ പയ്യെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പയ്യെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് പോയിരുന്നത്. നമ്മൾ മണാലിയിലേക്ക് അങ്ങനെ ചുരം മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് കേട്ടോ ലോക കഫേ നാടൻ ഭക്ഷണശാല എന്ന്. റൂമും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. പിന്നെയും നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമ്മൾ എത്താനായിട്ട് 1 കിലോമീറ്റർ ബാലൻസ് നിന്ന ടൈമിലൊക്കെ ആയപ്പോൾ ബ്ലോക്കായിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്കാക്കി. കാരണം വണ്ടി മുകളിലോട്ട് കയറ്റി വിടുന്നില്ല, താഴോട്ട് ഇറങ്ങുന്നതനുസരിച്ചാണ് മുകളിലോട്ട് വണ്ടി കയറ്റി വിടുന്നുള്ളൂ. കാരണം മഴ പെയ്തു, അപ്പം മുകളിൽ മഞ്ഞ് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ബ്ലോക്കായി കിടന്നപ്പോൾ നമ്മൾ 4 പേരുള്ളിടത്ത് 5ാമതൊരാൾ വന്നു കേട്ടോ. അതായത് നമ്മളൊരു ഹിമാചൽ ഗദ്ദി എന്ന് പറയും കേട്ടോ, ഒരു ഡോഗിനെ വാങ്ങിച്ചു, പെണ്ണാണ്. അപ്പം നമ്മൾ വാങ്ങിച്ചു. അപ്പം നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഹിമാചൽ ഗദ്ദിയെ വാങ്ങിക്കണമെന്ന്. അന്നേരം തന്നെ നമ്മുടെ അടുത്ത് വിൽക്കാനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചു. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പേരും ഇട്ടു കേട്ടോ, റൂബി എന്നാണ് പേരും ഇട്ടു. പിന്നുള്ള യാത്രയിലെല്ലാം നമ്മുടെ കൂടെ അവളും ഉണ്ടായിരുന്നു. നമ്മൾ അടുക്കും തോറും മലയുടെ മുകളിൽ ആ വെള്ള പോലെ കാണുന്നത് മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. മഴയുടെ അളവ് കൂടുന്നതനുസരിച്ച് മഞ്ഞ് വീഴുന്നതിൻ്റെ അളവും കൂടുതലാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. സ്നോഫോളൊക്കെ ആയി മുകളിൽ എന്ന് പറഞ്ഞു. അപ്പം മഴയുടെ അളവ് കൂടി. അപ്പോഴത്തേക്ക് നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ഏകദേശം 1 കിലോമീറ്റർ കൂടെ ഉള്ളായിരുന്നു നമുക്ക്. അന്നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടു. നമ്മൾ 2-2.5 മണിക്കൂർ ബ്ലോക്കിൽ ആയി കേട്ടോ. അതാണ്ട് അപ്പോഴത്തേക്ക് മഴയുടെ അളവും കൂടി. നമ്മൾ അടുക്കും തോറും സ്നോഫോള് വീണ് തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി, സ്നോഫോളൊക്കെ വീഴുന്നു എന്ന്. ആദ്യമൊക്കെ കുറേശ്ശെയാണ് വീണത് കേട്ടോ. പിന്നെ അതിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആപ്പിൾ തോട്ടമാണ്. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ല, ജൂൺ ജൂലൈ മാസത്തിലാണ് നല്ല രീതിയിൽ ഇവിടെ ആപ്പിളൊക്കെ ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് മരമെല്ലാം കാലിയായിട്ട് കിടക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ വഴിയിൽ തന്നെ ഇറങ്ങി. പിള്ളേരെയും കുട്ടികളെയും കൊണ്ട് ബ്ലോക്കാണ്. അപ്പം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രീതിയിൽ വീഴുന്നുണ്ടായിരുന്നു. അപ്പം മോടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ടി വിയിലൊക്കെ കാണുമ്പോൾ എനിക്കും ഇതേപോലെ സ്നോഫോളിൽ നിൽക്കണം, ഇങ്ങനെ വന്ന് വീഴണം മഞ്ഞ് എന്നൊക്കെ. അപ്പോൾ അതേപോലെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ സാധിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിച്ചു. ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. കാരണം അവിടോട്ട് മുകളിലോട്ട് കയറ്റി വിടുന്നില്ല, ഭയങ്കര ബ്ലോക്കുണ്ടാ. പോകുന്നവരുടെയൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങോട്ട്. കാരണം ഇറങ്ങുന്നതനുസരിച്ച് കയറി വിടത്തോളൂ എന്നാണ് നമ്മളവിടെ അന്വേഷിച്ചപ്പോൾ താഴെ ഇത്രയും മഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ മുകളിൽ നല്ല രീതിയിൽ വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കാക്കി കേട്ടോ. വണ്ടിയെല്ലാം ബ്ലോക്കാക്കി. കുറച്ച് വണ്ടിയൊക്കെ തിരിച്ചു പോവുകയൊക്കെ ചെയ്തു. വെയിറ്റ് ചെയ്യാതെ അവർ തിരിച്ചിറങ്ങി. കാരണം വേറൊന്നുമല്ല, 3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ നിന്നാൽ ഒരാൾ പൊക്കം മഞ്ഞ് കെട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കില്ല, നമുക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞതോടെ കുറച്ച് പേര് തിരിച്ചിറങ്ങി. കുറച്ച് പേര് ബ്ലോക്കിൽ തന്നെ കിടന്നു പയ്യെ കയറാൻ നോക്കി. അപ്പം ഭയങ്കര മഞ്ഞ് വീണ് തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ ആലോചിച്ച് നമുക്ക് വിഷമമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു, നമ്മൾ മണാലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ന്യൂസിൽ അവിടെ നമ്മൾ ഇറങ്ങിയതിൻ്റെ അടുത്ത ദിവസം ന്യൂസിലാണ് നമ്മൾ അറിയുന്നത്
സ്നോഫോൾ കാരണം 2000 വെഹിക്കിള് മണാലിയിൽ പെട്ടുപോയി എന്ന്. അപ്പം നമുക്ക് വിഷമം ഉണ്ടായിരുന്നു തിരിച്ച് പെട്ടെന്ന് ഇറങ്ങിയതിൽ. പക്ഷെ നമ്മൾ അന്നേരം എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് ഈ ന്യൂസ് കേട്ടപ്പോൾ നമുക്ക് തോന്നി കേട്ടോ. അല്ലെങ്കിൽ നമ്മളും അവിടെ പെട്ട് കിടക്കേണ്ടതായിരുന്നു. നമ്മൾ അന്നേരം കുറച്ച് നേരം അവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെയും ഹസ്ബൻഡാണ് പറഞ്ഞത്, കൃഷിക്ക് അറിയാമല്ലോ അവർക്ക് എത്രത്തോളം സ്നോ വീഴും, അല്ലെങ്കിൽ വീണാൽ എങ്ങനെ വണ്ടി മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു കേട്ടോ, നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കില്ല, കുട്ടികളെയും കൊണ്ട് റിസ്ക് എടുക്കണ്ട, അതുപോലെ ചുരം ഇറങ്ങുവാണ്, നമുക്കതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളവിടെ ചെന്നപ്പോൾ ഒരുപാട് മലയാളികളായിരുന്നു കേട്ടോ നോക്കുന്നത്. അപ്പം നമ്മളിത് കേരളത്തിലെങ്ങാണോ നിൽക്കുന്നത്, അത്ര മലയാളികളായിരുന്നു കേട്ടോ മണാലി കാണാനായിട്ട് അവിടെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ നിൽക്കുന്ന ടൈമിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആപ്പിൾ തോട്ടമാണ്. ആ നിൽക്കുന്നതെല്ലാം ആപ്പിൾ തോട്ടത്തിൻ്റെയാണ് കേട്ടോ. ആ മരങ്ങളൊക്കെ നിൽക്കുന്ന ആപ്പിളിൻ്റെ മരങ്ങളാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ കുട്ടികളുമായിട്ട് അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. അതുപോലെ നമ്മൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് തണുപ്പ് സഹിക്കാൻ, കുട്ടികൾ പിന്നെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടത് കൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. എന്നിരുന്നാലും അവർക്ക് കൈയുടെ വിരലൊക്കെ വേദനയുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ കൈക്കൊക്കെ പെയിൻ തുടങ്ങി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ഓടിക്കയറുകയാണ് ചെയ്തത്. കുട്ടികളെ പോലും അവിടെ കുറച്ച് നേരം നിർത്തിയില്ല. എന്നാൽ അതുപോലെ നമുക്ക് ഇറങ്ങണമല്ലോ, റിസ്ക് ആണ് എന്ന് മനസ്സിലായി. കാരണം അതനുസരിച്ച് മഞ്ഞ് നല്ല രീതിയിൽ വീഴുന്നുണ്ടായിരുന്നു, വണ്ടിയെല്ലാം തിരിച്ചു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.